പതിറ്റാണ്ടുകളായുള്ള താളും കണ്ടം പൊങ്ങിൻചുവട് ആദിവാസി ജനങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരം പൂവണിയുന്നു. MLA ആന്റണി ജോണിന്റെയും എൽദോസ് കുന്നപ്പള്ളിയുടെയും നേതൃത്വത്തിൽ നടത്തിയ KSRTC ബസ് സർവീസിന്റെ ട്രയൽ യാത്ര വിജയകരമായി. പ്രകൃതി രമണീയതയും ഓഫ് റോഡ് സമ്മാനിക്കുന്ന സാഹസികതയും ആസ്വദിച്ച് മലയാളികളുടെ സ്വന്തം ആനവണ്ടിയിലുള്ള യാത്ര വൻ വിജയമാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. കുട്ടമ്പുഴ പഞ്ചായത്തിലെ താളുംകണ്ടം നഗറിനെയും വേങ്ങൂർ പഞ്ചായത്തിലെ പൊങ്ങിൻചുവട് ആദിവാസി നഗറിനെയും ബന്ധപ്പെടുത്തി കോതമംഗലത്ത് നിന്ന് KSRTC ബസ് സർവീസ് ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് ട്രയൽ യാത്ര നടത്തിയത്. പതിറ്റാണ്ടുകളായി രണ്ട് നഗറുകളുടെയും ജനങ്ങളുടെ ആവശ്യമായിരുന്നു ഈ മേഖലയിലേക്ക് KSRTC വേണമെന്നുള്ളത്. ആന്റണി ജോൺ MLAയുടെയും പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിയുടെയും നേതൃത്വത്തിൽ KSRTC ഉദ്യോഗസ്ഥർ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ KSRTC ബസ്സിൽ യാത്ര ചെയ്ത് പ്രദേശങ്ങൾ സന്ദർശിച്ച് സർവീസിന്റെ സാധ്യതകൾ വിലയിരുത്തി. കഴിഞ്ഞ ഏതാണ്ട് 8 വർഷക്കാലമായി MLAമാരെന്നുള്ള നിലയിൽ ഞങ്ങൾ രണ്ടുപേരും നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ നിരവധിയായിട്ടുള്ള ഇടപെടലുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുകയുണ്ടായി. ഏതായാലും അല്പം വൈകിയെങ്കിൽ കൂടിയും ഇപ്പോൾ ആ ഒരു ആവശ്യം അംഗീകരിക്കപ്പെടുകയും ഇവിടെ ഇന്ന് അതിൻ്റെ ഒരു ട്രയൽ ആദ്യഘട്ട സർവീസ് എന്നുള്ള നിലയിൽ ഞങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് ഈ രണ്ട് ആദിവാസി നഗരങ്ങളിലേക്കും ഇന്ന് യാത്ര നടത്തുകയാണ്. പൊങ്ങിൻചുവട് ആദിവാസി കുടിയിൽ നിന്നും രാവിലെ 6 മണിക്ക് എറണാകുളത്തേക്ക് ബസ് പുറപ്പെടും. 8:15 കോതമംഗലത്തെത്തും വിധവും തുടർന്ന് കാക്കനാട് കളക്ടറേറ്റിൽ 9:50 10:15 എറണാകുളത്തെത്തും വിധവുമാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. വൈകിട്ട് 5:10 കോതമംഗലം KSRTC ഡിപ്പോയിൽ നിന്ന് ഇടമലയാർ വഴി സഞ്ചരിക്കുന്ന ബസ് 7 മണിക്ക് പൊങ്ങിൻചുവട് ആദിവാസി കേന്ദ്രത്തിലെത്തുകയും അവിടെ ഹാൾട്ട് ചെയ്യുകയും ചെയ്യും. കാടും മലയും വെള്ളച്ചാട്ടങ്ങളും കാട്ടരുവികളും വൈശാലി ഗുഹയുമെല്ലാം ഒരുക്കുന്ന പ്രകൃതി രമണീയതയും ഓഫ് റോഡ് സമ്മാനിക്കുന്ന സാഹസികതയും ആസ്വദിച്ച് മലയാളികളുടെ സ്വന്തം ആനവണ്ടിയിലുള്ള യാത്ര വൻ വിജയമാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. സർവീസുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ വേഗത്തിലാക്കുമെന്ന് MLA ആന്റണി ജോണും എൽദോസ് കുന്നപ്പള്ളി MLAയും പറഞ്ഞു. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് പൊങ്ങൻചുവട് നിന്നാണ് ഈ വാഹനം പുറപ്പെടുന്നത്. പൊങ്ങൻചുവട് വന്ന് കോതമംഗലം എട്ടരയാന്ന് വന്ന് പിന്നെ കാക്കനാട് കളക്ടറേറ്റിലെത്തി അതിനുശേഷം എറണാകുളത്ത് എത്തുന്ന രീതിയിലേക്കാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വൈകുന്നേരം 5 മണിക്ക് വീണ്ടും കോതമംഗലത്ത് നിന്ന് ഈ വാഹനം പൊങ്ങൻചുവടിലേക്ക് പോകും. രാത്രി പൊങ്ങൻചുവട് ഈ വാഹനം അവിടെ ഹാൾട്ട് ചെയ്യും. ആ രീതിയിലാണ് ഇതിൻ്റെ റൂട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇതൊരു വലിയ മുന്നേറ്റമാണ്. ഞങ്ങൾക്കിനി ആവശ്യപ്പെടാനുള്ളത് ഇതിൻ്റെ വകുപ്പ്, പ്രത്യേകിച്ച് വനം വകുപ്പ് ഇതിലേക്കുള്ള പോകുന്ന റോഡ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള, ടാർ ചെയ്യാൻ കഴിയില്ലെങ്കിൽ ടൈലെങ്കിലും ഇട്ട് മനോഹരമാക്കാനുള്ള അനുമതി തരണം. KSRTC ബസ് സർവീസ് ആരംഭിക്കുന്നത് തങ്ങളുടെ ജീവൻ നിലനിർത്തുന്നതിന് തുല്യമാണെന്ന് പൊങ്ങിൻചുവട് ആദിവാസി കോളനിയിലെ സുരേഷ് പറഞ്ഞു. കോതമംഗലം ടൗണിൽ പോണെങ്കിൽ നിസാര ഒരാളുടെ 30 രൂപ മരുന്ന് വാങ്ങിക്കാൻ ഞങ്ങൾക്ക് 2000 രൂപ മുടക്ക് വരും. അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഒരു ഉപകാരം ചെയ്തിരിക്കുന്നത് നമ്മുടെ MLAമാരെ, 2 MLAമാരെയും പറയേണ്ടതാണ് വലുതായിട്ട്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വുഡ്, മോഡുലാർ, ഇന്റീരിയർ, സ്റ്റീൽ, സോഫാസ് എന്നീ ഫർണിച്ചറുകൾ ഒറ്റ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏക സ്ഥാപനം. ആർക്കിടെക്ചറൽ ആൻഡ് ട്രഡീഷണൽ ഡിസൈൻസ് ആവശ്യാനുസരണം നിർമ്മിച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ടാക്കുവാൻ വിശ്വസ്തയോടെ എന്നും നിങ്ങളോടൊപ്പം. ഇറമ്പത്ത് ഇറ ഫർണിച്ചർ, കോട്ടപ്പടി, കോതമംഗലം. ഇനി കൂത്താട്ടുകുളത്ത്.